വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു മാരേജിൽ കുറിച്ച് കേൾക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് പേഴ്സണാലിറ്റി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ന്യൂറോസിസ് ഉണ്ടെങ്കിൽ ആ മാരേജ് തകർന്ന് തരിപ്പണാവും എന്നുള്ളത്. ഒരിക്കലല്ല. പേഴ്സണാലിറ്റി പ്രശ്നങ്ങളും അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അവസ്ഥയൊന്നും ഒരു മാരേജിനെ ശിഥിലമാക്കുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. രാജു എന്ന് പറഞ്ഞ ആൾക്ക് അതോറിറ്റി ഫിഗേഴ്സ്, അതായത് അവരെക്കാളും ഉയർന്ന ആൾക്കാർ, അവനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എടുത്ത് ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവനത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബോസ് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ ജോലി ഉപേക്ഷിച്ച് വേണ്ടെന്ന് വെച്ച് പോകും. അങ്ങനത്തെ ഒരു സ്വഭാവ സവിശേഷതയുള്ള രാജു വിവാഹിതനാകുന്നത് രമയുടെ അടുത്താണ്. രമ എന്ന് പറയുന്നത് തൻ്റെ പാർട്ട്ണർക്ക് വളരെയധികം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട്, കരുതൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ രാജുവിന് ഇത്തരത്തിലുള്ള അതോറിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങൾ രമയായിട്ടുള്ള ഈ മാരേജിൽ ഒരിക്കലും പ്രശ്നകാരിയായി മാറുന്നില്ല. അവർ രണ്ടുപേരും വളരെ സപ്പോർട്ടോട് കൂടിയിട്ട്, സ്നേഹത്തോടു കൂടി, റെസ്പെക്റ്റോട് കൂടി ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ രാജുവിനുള്ള പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ടുള്ള അതോറിറ്റീസിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരിക്കലും അവൻ്റെ മാരേജിൽ പ്രശ്നമാവുന്നില്ല. എപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാനും റെസ്പെക്ട് ചെയ്യാനും തയ്യാറായിട്ടുള്ള രമ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ മാരേജിലോട്ട് വരുന്ന സമയത്ത് അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിനിയും ജോണിൻ്റെയും കാര്യം എടുക്കാം. റിനിക്ക് ഫിയർ ഓഫ് അബാൻഡമെന്റ് അല്ലെങ്കിൽ റിജക്ഷനൊക്കെ വളരെ പേടിയും ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ്. ജോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ അടുത്തൊക്കെ ഫ്ലേർട്ടേഷ്യസ്ലി പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ റിനി പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യും ജോണിനെ, എന്താ നിങ്ങൾ അങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് പെരുമാറുന്നത്, അത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ ജോൺ ഒരിക്കലും അതിനെ വകവെക്കില്ല. അത് ലൈറ്റായിട്ട് എടുക്കുക റിനി എന്ന് പറയുന്ന രീതിയിൽ അതിനെ തള്ളിക്കളഞ്ഞ് വീണ്ടും ഫ്ലേർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ റിനിയുടെ ഉള്ളിലുള്ള ആ പേടി അല്ലെങ്കിൽ റിനിയെ ഒഴിവാക്കും, ഒറ്റപ്പെടുത്തുമെന്നുള്ള പേടി വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് വരികയും അങ്ങനെ അവരുടെ ആ മെരിറ്റൽ റിലേഷൻഷിപ്പിനെ വളരെ കലുഷിതമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് താറുമാറായി പോവുകയാണ് ചെയ്യുന്നത്. സോ രണ്ടാമത്തിൽ നമുക്ക് കാണാം, കോമ്പാറ്റബിൾ അല്ലാത്ത ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ പ്രശ്നഹാരിയായിട്ട് മാറും. അതേ സമയത്ത് കോമ്പാറ്റബിൾ ആയി വരുന്ന ആൾക്കാർ, പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ വരുമ്പോൾ പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പേഴ്സണാലിറ്റി പ്രശ്നങ്ങളോ ന്യൂറോസിസോ കാര്യങ്ങളൊന്നും ഒരു റിലേഷൻഷിപ്പിനെ താറുമാറാക്കുന്നില്ല. പക്ഷെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ബൃഹത്താണ്. അപ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോസ് ചാനൽ ഉണ്ടാക്കാം. താങ്ക് യു.